പഠിച്ചവനാണ് ഇതിന് മുമ്പിൽ നിന്ന് മാറില്ലല്ലോ. വടകര എംപിയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ ഷാഫി പറമ്പിൽ മൂക്കിന്റെ എല്ല് പൊട്ടി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. 10 ദിവസത്തെ വിശ്രമം വേണമെന്ന ഡോക്ടർമാർ. 25-ലധികം UDF പ്രവർത്തകർക്ക് പരിക്ക്. വടകര DYSP ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു. പോലീസുമായി ഏറ്റുമുട്ടിക്കൊണ്ട് വഴിയിലുടനീളമുള്ള ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചുമൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഫ്ലെക്സ് ബോർഡുകളൊക്കെ കീറുന്നതിന്റെ തത്സമയം ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേരാമ്പ്രയിൽ UDF പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായത് തെരുവ് യുദ്ധം. നിമിഷനേരം കൊണ്ട് സംസ്ഥാന വ്യാപകമായി കത്തിപ്പടർന്നു UDF പ്രതിഷേധം. എന്താണ് യഥാർത്ഥത്തിൽ പേരാമ്പ്രയിൽ നടന്നത്? SFI കോട്ടയായ CKG കോളേജിൽ ഇത്തവണയുണ്ടായത് വൻ അട്ടിമറി. തിരഞ്ഞെടുപ്പിൽ കോളേജ് യൂണിയൻ SFI നിലനിർത്തിയെങ്കിലും ചെയർമാനായി KSU MSF സഖ്യ സ്ഥാനാർത്ഥി വിജയിച്ചു. അവിടെ നിന്ന് തുടങ്ങി പ്രശ്നങ്ങൾ. ആഹ്ലാദ പ്രകടനവുമായി UDSF പ്രവർത്തകർ കോളേജിന് പുറത്തേക്കിറങ്ങി. UDF പ്രവർത്തകരും ഒപ്പം ചേർന്നു. CPM ഓഫീസിന് സമീപം LDF പ്രവർത്തകർ സംഘം ചേർന്നതോടെ UDSF ആഹ്ലാദ പ്രകടനം പേരാമ്പ്ര മാർക്കറ്റിന് സമീപം പോലീസ് തടഞ്ഞു. പിൻവാങ്ങാൻ പ്രവർത്തകർ തയ്യാറാകാതെ വന്നതോടെ പോലീസുമായി സംഘർഷമായി. പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. പ്രവർത്തകർക്ക് പരിക്കേറ്റു. പോലീസ് അതിക്രമത്തിനെതിരെയായി പിന്നീടുള്ള പ്രതിഷേധം. വെള്ളിയാഴ്ച പേരാമ്പ്ര ടൗണിൽ ഹർത്താലിന് UDF ആഹ്വാനം ചെയ്തു. രാവിലെ 6 മുതൽ വൈകിട്ട് 5 വരെ ഹർത്താൽ. തുറക്കാൻ ശ്രമിച്ച വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തകർ അടപ്പിച്ചു. ഉച്ചയോടെ ഹർത്താൽ അനുകൂലികൾ പഞ്ചായത്ത് ഓഫീസിലുമെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദിനെ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തുവെന്ന പരാതി ഉയർന്നു. ഇതോടെ പേരാമ്പ്രയിലെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ ചൂടുപിടിച്ചു. വൈകിട്ട് പേരാമ്പ്ര ടൗൺ. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച CPM പ്രകടനം. ഹർത്താൽ പൂർണ്ണമായതോടെ പ്രകടനവുമായി UDF പ്രവർത്തകരും. ഇരുവിഭാഗവും മുഖാമുഖം നിന്ന് മുദ്രാവാക്യം വിളികളിലേക്ക് കടന്നു. മധ്യത്തിൽ നിലയുറപ്പിച്ച പോലീസ്. റൂറൽ ജില്ലാ പരിധിയിൽ നിന്ന് വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിരുന്നത്. പ്രതിഷേധവേദിയിലേക്ക് സ്ഥലം MP ഷാഫി പറമ്പിലിന്റെയും DCC പ്രസിഡന്റിന്റെയും കടന്നുവരവ്. പ്രകടനം ബസ് സ്റ്റാൻഡിൽ അവസാനിപ്പിക്കാൻ അനുവദിക്കണമെന്ന് പോലീസിനോട് UDF ആവശ്യം. പറ്റില്ലെന്ന നിലപാടിൽ പോലീസ്. ഇതിനിടെ ഷാഫി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യാങ്കളി തുടങ്ങി. പിന്നീട് നടന്നത് ലാത്തിച്ചാർജ്, തുടർച്ചയായ ടിയർ ഗ്യാസ് പ്രയോഗം.
വമ്പിച്ചടിയൊക്കെ വമ്പിച്ചടി ഭയങ്കര അടി. മുമ്പിൽ നിൽക്കുന്നവനിപ്പോ കാണാലോ, ഇവിടുന്ന് വിളിച്ചിട്ട് പ്രശ്നം വേണ്ടെന്ന് വിചാരിക്കുന്നു. പേരാമ്പ്രയിൽ നിന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്നതുവരെ ഷാഫിയുടെ മൂക്കിൽ നിന്ന് ചോര വാർന്നു. പരിക്കേറ്റ മറ്റു പ്രവർത്തകരെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു. ഈ ചോര കൊണ്ട് അയ്യപ്പന്റെ സ്വർണം കട്ടതിനെ മറച്ചു പിടിക്കാമെന്ന് CPM-ഉം പോലീസും സർക്കാരും വ്യാമോഹിക്കണ്ട. നിമിഷ നേരം കൊണ്ട് സംസ്ഥാന വ്യാപകമായി UDF പ്രവർത്തകർ തെരുവിലിറങ്ങി. മുദ്രാവാക്യങ്ങൾ മുഴങ്ങി പോലീസുമായി സംഘർഷമായി. ഷാഫി പറമ്പിലിന് നേരെ ലാത്തി വീശിയില്ലെന്നായിരുന്നു പേരാമ്പ്ര നിയന്ത്രണ വിധേയമായത് മുതലുള്ള പോലീസ് ഭാഷ്യം. പക്ഷേ ദൃശ്യങ്ങൾ പോലീസ് വാദം കള്ളമെന്ന് തെളിയിച്ചു. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു എസ്കേപ്പ് തന്ത്രമാണ് ഇന്നലെ ഷാഫിക്കെതിരായിട്ടുള്ള ആക്രമണം. ഇത് കാട്ടുനീതി എന്നല്ലാതെ എന്തു പറയാനാണ്? രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഷാഫി പറമ്പിലിന്റെ ചോര നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പോലീസുകാർ AKG സെന്ററിൽ നല്ല ശമ്പളം പറ്റുന്നതെന്ന് അവർ ഓർത്തിരുന്നാൽ അവർക്ക് നന്നായിരിക്കും. ഈ ഗൂഢാലോചനയ്ക്കും ഈ അക്രമത്തിനും നേതൃത്വം കൊടുത്ത മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നേരം പുലർന്നതോടെ സംസ്ഥാന വ്യാപകമായി UDF-ന്റെ സംഘടിത പ്രതിഷേധങ്ങൾ. കോഴിക്കോട്ടെ പ്രതിഷേധം നടക്കാവിൽ IG ഓഫീസിന് മുൻപിൽ. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ നേതാക്കൾ ഇടപെട്ട് നിയന്ത്രിച്ചു. ഒപ്പം റോഡ് ഉപരോധവും. പോലീസ് പ്രവർത്തകരെ നീക്കം ചെയ്യാനോ കസ്റ്റഡിയിലെടുക്കാനോ ശ്രമിച്ചില്ല. ശാന്തരായി നിലയുറപ്പിച്ചു. രണ്ട് ജാഥകൾ ഒരുമിച്ച് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ആരാ? പോലീസല്ലേ. സാധാരണഗതിയിൽ സംഘർഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് രണ്ട് ജാഥകളെ ഒരേ റൂട്ടിലൂടെ വിടാൻ എങ്ങനെ പോലീസ് തയ്യാറായി? ഷാഫി പറമ്പിലിനെ പോലെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റായ MP ആയ ഒരു യുവ നേതാവിനെ ഭീകരമായി മർദ്ദിച്ച് അദ്ദേഹത്തിൻ്റെ മൂക്കിന് ഓപ്പറേഷൻ നടത്തി ആശുപത്രി കഴിയുകയാണ്. ഇതാരാണ് ഈ ഉത്തരവാദി? ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടപടി ഉണ്ടാകണം. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇതിനെ ശക്തിയായ ഭാഷയിൽ തന്നെ ഞങ്ങൾ അപലപിക്കുകയാണ്. അതിശക്തമായ പ്രക്ഷോഭം ഇതിനെതിരായിക്കൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ അശേഷം സംശയമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ തന്നെ വളരെ ബോധപൂർവമായിട്ടാണ് ഇന്നലെ അക്രമം നടത്തിയിരിക്കുന്നത്. ഒറ്റപ്പെട്ടതായിട്ട് കാണാൻ സാധ്യമല്ല എന്ന് പറയാനുള്ള കാരണം, അവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ ആജ്ഞാനുവർത്തികളെ പോലെ പ്രവർത്തിക്കുന്ന പോലീസിനെയാണ് ഇന്നലെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. എത്രയേറെ നാണം കെട്ട രൂപത്തിലാണ് പോലീസ് തല പെരുമാറിയത്. ഷാഫി പറമ്പിലിന് അടിച്ചിട്ടില്ല, അഭിനയമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ വിഷ്വൽ പുറത്ത് വിട്ടപ്പോൾ മിണ്ടാട്ടില്ല. ഇതാണ് സ്ഥിതി. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇന്നലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തെരുവ് യുദ്ധമായിരുന്നു. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും UDF-നെ ആക്രമിക്കുന്നു, പാലക്കാട് പിന്നെ അവരെ ആക്രമിക്കുകയാണ്. ഇങ്ങനെ അക്രമം അഴിച്ചു വിട്ടിരിക്കുകയാണ്. ശബരിമലയിൽ നടന്ന വൻ സ്വർണ്ണക്കൊള്ള അതിനൊക്കെ ശ്രദ്ധിക്കാനാണോ പല അടവും പയറ്റി നോക്കുന്നത് എന്ന് അറിഞ്ഞൂടാ. സ്വർണ്ണക്കൊള്ള, കേരളത്തിലെ ക്രമസമാധാന തകർച്ച, ജനപ്രതിനിധികൾക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥ, ഇതൊക്കെയാണ് കേരളത്തിലെ അവസ്ഥ. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികളുമായി UDF മുന്നോട്ട് പോകും. ശബരിമല പോലെയുള്ള ഒരു ക്ഷേത്രത്തിൽ നടന്ന സ്വർണ്ണമോഷണത്തിന്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായിട്ടാണ് കേരള പോലീസ് ഉണ്ടാക്കിയിട്ടുള്ള സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പാർലമെന്റ് അംഗത്തെ
ഒരു ഏറ്റവും യുവജന നേതാവിന്, ഒരു പോപ്പുലറായിട്ടുള്ള യുവജന നേതാവിന് ഈ രീതിയിൽ തല്ലിച്ചതച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലൈംഗികാരോപണങ്ങളിൽപ്പെട്ട് പൊതുപരിപാടികളിൽ സജീവമല്ലാതിരുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലും ആശുപത്രിയിൽ ഷാഫിയെ സന്ദർശിച്ചു. ഒരു മിസ്റ്റർ ബൈജു, അയാൾക്ക് ഈ ഗവൺമെന്റ് IPS കൺഫർ ചെയ്ത് കൊടുത്തത് തന്നെ മുൻകാലങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ പാരിതോഷികമായിട്ടാണ്. കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും, മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും, UDFന്റെ നേതാക്കന്മാരെയും ചോരയിൽ മുക്കി കുളിപ്പിച്ചാലും ഞങ്ങൾ ഒറ്റ ചോദ്യം തന്നെ ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും അവസാന ശ്വാസം വരെ. അയ്യപ്പന്റെ പൊന്നിൽ പൊതിഞ്ഞ, സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ എവിടെയാണ്? ഉച്ചതിരിഞ്ഞ് പേരാമ്പ്രയിൽ UDF നടത്തിയ സംഗമത്തിലും പ്രതിഷേധമാളിക്കത്തി. പോലീസിനെ പ്രവർത്തകർ വളഞ്ഞു. ഷാഫി പറമ്പിലിനെ പരിഹസിക്കുകയാണ് ഇടത് നേതൃത്വം. ഷാഫിയുടെ പതിവ് ഷോ വിലപ്പോവില്ലെന്ന് നേതാക്കൾ പ്രതികരിച്ചു. ഇപ്പോൾ ആദ്യം സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പോലെ സംഘർഷത്തിൽ പോകുമ്പോൾ മനസ്സിലാക്കണം ഇതെല്ലാം ഉണ്ടാവുന്നു. സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാവും. അതിനെ നേരിടാനുള്ള തൻ്റെ ഇടവും അതും ആവശ്യമുള്ള ഒരു ഊർജവും വേണം. അയ്യോ എന്നെ അങ്ങനെ ഇങ്ങനെ നടക്കുക പറഞ്ഞത്. എന്നിട്ടിപ്പോൾ വലിയ വിശദീകരണം. സ്ഥലം MPയുടെ നാടകമെന്ന മുദ്രാവാക്യമുയർത്തി 15-ന് പേരാമ്പ്രയിൽ LDF പൊതുയോഗം സംഘടിപ്പിക്കും. എന്നാൽ അവിടെ നടന്നത് MPയുടെ കയ്യേറ്റാണ്. അദ്ദേഹത്തിന് ഞങ്ങളെ ബന്ധപ്പെട്ട് സംസാരിച്ച് സമാധാനം ഉണ്ടാക്കേണ്ട അദ്ദേഹം അവിടെ വന്ന് അദ്ദേഹം വരുന്നത് വരെ UDF പ്രവർത്തകർ അനങ്ങാതിരിക്കുകയാണ്. അദ്ദേഹം വന്നതിന് ശേഷമാണ് അവിടെ ഈ കയ്യേറ്റവും പോലീസിന് നേരെയുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്തിയത്. പേരാമ്പ്രയിലെ തെരുവ് യുദ്ധത്തിൽ ഷാഫി പറമ്പിൽ, DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ അടക്കം UDF നേതാക്കൾക്കെതിരെയും CPM പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ നടന്ന സംഭവ വികാസങ്ങൾ രാഷ്ട്രീയമായി പരമാവധി പ്രയോജനപ്പെടുത്താനാണ് UDFന്റെ നീക്കം. അതിനാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെയും ഒപ്പം ചേർത്താണ് പോലീസ് അതിക്രമത്തെ UDF അവതരിപ്പിക്കുന്നത്. വിഷയം പാർലമെന്റിൽ വരെ എത്തിക്കാനുള്ള ശ്രമവും MPമാർ തുടങ്ങിക്കഴിഞ്ഞു. പോലീസിനെ പൂർണ്ണമായി സർക്കാരും LDFും ന്യായീകരിക്കുന്നുണ്ടെങ്കിലും വീഴ്ച സംഭവിച്ചുവെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കൂടുതൽ പുറത്തു വരുന്നുണ്ട്. അതിനാൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈയൊഴിയാൻ പറ്റുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. വെറുമൊരു കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിലെ നിസ്സാരമെന്നു കരുതി വിട്ടേക്കാവുന്ന പ്രശ്നത്തെ ആളിക്കത്തിച്ച് തെരുവിലെത്തിക്കുകയും നാടാകെ സ്തംഭിപ്പിക്കുകയും ചെയ്ത രാഷ്ട്രീയ നേതൃത്വമാണ് നമ്മുടേത്. അറിയാതെ അടിച്ചവനാണ് ഇതിന് മുമ്പിൽ മാറില്ലല്ലോ. Zindabat!